ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനൊക്കെയും അത് മുഖാന്തരമായി തീരുന്നുവെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. പിന്നെയും കർത്താവ് ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളെ കർത്താവിനോട് അടുപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ സാക്ഷ്യങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും ഒക്കെ നമുക്ക് നമ്മുടെ കർത്താവിനോട് അടുക്കാം, നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നമുക്ക് തികയ്ക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഓക്കെ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ടും മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യത്തെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രതികാല കൂടെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാസിയ കർത്താവ് നടത്തിയ വിടുതങ്ങളും വഴികളും ഹല്ലേലൂയ ഒക്കെ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ, ആത്മീയ ഉത്തേജനമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മോടിപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തില്. ഇപ്പൊ ഇളയ മകൻ താമസിക്കുന്നത് മണർകാട്. ആ ഭവനത്തിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇളയ മകന് കർത്തൃവേലയിലാണ്, മകളും അതുപോലെ തന്നെ കർത്തൃവേലയിലാണ്. ഇളയ മകന് 3 പെൺകുഞ്ഞുങ്ങളാണ്. കുഞ്ഞു കൊച്ചിന്റെ ഒച്ചയാണ് ഇടയ്ക്ക് കേട്ടത്. മറ്റുള്ള 2 പേരും സ്കൂളിൽ പോയിരിക്കുന്നു. മൂത്ത മകൻ കുടുംബമായിട്ട് കുവൈറ്റിന്റെ പ്രദേശത്ത് ജോലിയോട് അനുബന്ധിച്ചാണെങ്കിലും അവരും കർത്തൃവേല ചെയ്യുന്നുണ്ട്. അവർക്കും ഒരു സഹായിക്കട്ടെ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളിലേക്കും വഴികളിലേക്കും കടന്നു പോകാം. അതിനായി സിസ്റ്റർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ സിസ്റ്റർ. താങ്ക് യു. എന്റെ പേര്, ഞാൻ ജനിച്ചു വളർന്നത് മലയാറ്റൂർ എന്ന സ്ഥലത്ത്, എറണാകുളം ജില്ലയിലും മലയാറ്റൂർ എന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ കത്തോലിക്ക വിശ്വാസത്തിലാണ് ജീവിച്ചത്. എൻ്റെ വിവാഹം വരെയും ആ ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു നിന്നത്. ഞങ്ങൾ 8 മക്കളിൽ മൂത്തവളായിട്ട് ജനിച്ചു. എനിക്ക് 5 സഹോദരന്മാരും 2 സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാള് മരണപ്പെട്ടു. ബാക്കി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. കുടുംബമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു. പക്ഷെ ആരും ഈ രക്ഷ എന്തെന്നുള്ളത് മാത്രം അറിഞ്ഞിട്ടില്ല. മാതാവും പിതാവും മരിച്ചുപോയി. പിന്നീട് അവിടെ വിദ്യാഭ്യാസം കത്തോലിക്ക സ്കൂളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഫീൽഡിലാണ് വിദ്യാഭ്യാസങ്ങളെല്ലാം ചെയ്തത്. 8ാം ക്ലാസ് മുതൽ 10 വരെയുള്ള ഇത് പഠിച്ചത് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലുള്ള ഒരു SNDPയുടെ സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് SSLC കഴിഞ്ഞതിന് ശേഷം എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഭാരത് മാതാ കോളേജിൽ, അതായത് തൃക്കാക്കര, അവിടെ കോളേജിലാണ് പഠിച്ചത്. 5 വർഷം ഒരു കോളേജിൽ തന്നെ പഠിക്കുവാനായിട്ട് ഇടയായി. അതോടൊപ്പം തന്നെ ആ സ്പോർട്സിനും ആ കോളേജിന്റെ സ്പോർട്സ് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. വോളിബോൾ പ്ലെയർ ആയിട്ടായിരുന്നു ഞാൻ അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നത്. 5 വർഷം അവിടെ പഠിച്ചു. 5 വർഷവും ആ പ്ലെയർ ആയിട്ട് തന്നെ അതിൻ്റെ അകത്തുനിന്ന് പോരുവാനായിട്ട് ഇടയായി. ഡിഗ്രി ഇക്കണോമിക്സിൽ ഡിഗ്രി ആയിരുന്നു എടുത്തത്. പിന്നീട് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ BEdന് പരിശ്രമിച്ചു. പക്ഷെ എക്കണോമിക്സ് ആയതുകൊണ്ടും എക്കണോമിക്സിന് മാർക്ക് കുറവായിരുന്നു. മറ്റുള്ള എല്ലാ വിഷയങ്ങൾക്കും മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് BEdന് എനിക്ക് ലഭിച്ചില്ല. പിന്നെ ഞാൻ ഡിഗ്രിക്ക്
PGക്ക് പോകാം എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എക്കണോമിക്സ് കിട്ടത്തില്ല, പൊളിറ്റിക്സ് തരാമെന്ന് പറഞ്ഞു. പൊളിറ്റിക്സ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്നോർത്തു അവിടെ വെച്ച് അത് നിർത്തി. പിന്നീട് ഞാൻ ട്യൂഷൻ്റെ പരിപാടികളായിരുന്നു. എൻ്റെ എല്ലാവരും ഇളയതായത് കൊണ്ട് അവർക്ക് പിന്നെ വീട്ടിൽ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കണം. അപ്പം എല്ലാം ഞാനപ്പോൾ ട്യൂഷൻ തുടങ്ങി. അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ, അവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കുഞ്ഞുങ്ങളെ ആയിരുന്നു ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പം അവരാകുമ്പോഴത്തേക്കും നമുക്ക് പൈസ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, ഫീസ്. അങ്ങനെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ആ ട്യൂഷൻ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അവരെയും പഠിപ്പിച്ചു, ഞാനും പഠിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നീട് അവിടെ എറണാകുളം ജില്ലയിൽ അങ്കമാലി ബ്ലോക്കിൽ മഹിളാ പ്രധാന ഏജന്റായിട്ട് ആളുകളെ എടുക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് അതിൻ്റെ ഒരു ഏജൻസി ലഭിക്കുവാനിടയായി. അപ്പോൾ അത് നമ്മൾ ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. എങ്കിലും അതെല്ലാം നമ്മൾ സഹിച്ച് പോയി. ഒരു ജോലി കിട്ടുന്നവരെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പിന്നീട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലിയിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വിവാഹ കാര്യങ്ങൾ എല്ലാം ശരിയായി വന്നത്. അപ്പോൾ വിവാഹം കഴിച്ചത് കോട്ടയത്താണ്. കോട്ടയത്ത് വടവാതൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ആ വീടും സ്ഥലവും എല്ലാം ഞങ്ങൾ വിറ്റിട്ടാണ് പാമ്പാടിയിലേക്ക് മാറിയത്. അതാണ്. പിന്നെ അവിടെയും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കത്തോലിക്കയിൽ നിന്ന് CSIയിലോട്ടാണ് കല്യാണം കഴിച്ചു വിട്ടത്. അപ്പം CSI ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല. എങ്കിലും ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു, CSIക്കാരുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ അവരുടെ ആരാധന ക്രമങ്ങളിലുള്ള മാറ്റങ്ങളൊന്നും നമുക്കറിയത്തില്ല. കാരണം നമ്മൾ കത്തോലിക്കയിൽ തന്നെ പോകുന്നത് കൊണ്ട് ഇവരുടെ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ എങ്കിലും ബൈബിൾ വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു അന്നും. അപ്പം ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. കത്തോലിക്കയിൽ പോകുന്നുണ്ടെങ്കിലും പക്ഷെ കൂടുതലും ഞാൻ വായിച്ചിരിക്കുന്നത് സങ്കീർത്തനങ്ങളാണെന്ന് മാത്രം. മറ്റുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്നത് സങ്കീർത്തന ഭാഗങ്ങളാണ്. അപ്പം ഈ സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ചതിൻ്റെ നിമിത്തമായിട്ട് എനിക്ക് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സീനിയേഴ്സ് കുട്ടികളെയൊക്കെയും പരീക്ഷയ്ക്ക് അവർക്ക് ജയിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായി. കാരണം അവർ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ എടുത്ത കുട്ടികൾക്ക് അവരുടെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എല്ലാം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നിച്ച് എന്നോട് ചോദിച്ചു, എന്താണ് സിസ്റ്റർ പഠിക്കുന്നത് എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്ന് ഞങ്ങൾ അതനുസരിച്ച് പഠിച്ചോളാന്ന്. അപ്പം ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഏത് പുസ്തകം എടുത്താലും വായിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ബൈബിൾ തുറക്കും, സങ്കീർത്തന ഭാഗം തുറക്കും. സങ്കീർത്തനത്തിനകത്ത് അതിൻ്റെ അകത്ത് ഒരു സേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഇത് വന്നിരിക്കും, അപ്പൊ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്നുള്ളതായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നതും. അതുപോലെ തന്നെ ഞാൻ അത് അവർക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും പരീക്ഷയിൽ 2-3 പ്രാവശ്യം എഴുതിയ കുട്ടികൾ, എൻ്റെ സീനിയേഴ്സ്, അവരെല്ലാം അതിൻ്റെ അകത്തും ജയിക്കുകയും ചെയ്തു. അപ്പോഴും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ദൈവത്തിന്റെ കൃപയുണ്ട്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇത് അറിയുന്നേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിങ്ങനെ വായിച്ച് പുസ്തകം എടുത്ത് വെച്ചിട്ട് ഞാനിന്ന് പ്രാർത്ഥിക്കും, ഈ പുസ്തകം തുറക്കും, അപ്പോഴും അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ റെഡിയാണ്. അങ്ങനെ അവരെ ഒക്കെ സഹായങ്ങളൊക്കെ ആ വഴിയിൽ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ വീട്ടിൽ വന്ന് ഈ ജോലിയോടുള്ള ബന്ധത്തിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഏറ്റവും മൂത്തതാണ്. അപ്പൊ വിവാഹം നടത്തണം. അപ്പൊ എന്നേക്കാൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. ആ സഹോദരിമാരും വിവാഹപ്രായമായി വരിക. അപ്പൊ അവർക്കും അവരുടെ വിവാഹം നടത്തണം. അപ്പം എങ്ങനെയെങ്കിലും ഈ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ള കുടുംബത്തിലല്ല ഞാൻ ജനിച്ചു വളർന്നത്. മാതാപിതാക്കൾക്ക് ആണെങ്കിലും വലിയ കൃഷി ചെയ്തായിരുന്നു
ഞങ്ങളുടെ ചെറുപ്പത്തിലെ കൃഷിപ്പണിയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാത്തിനും തികയത്തില്ല. എങ്കിലും പഠിപ്പിക്കുന്ന കാര്യത്തില് മാതാപിതാക്കള് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയത്. അപ്പൊ എല്ലാവരും കുറച്ച് കുറച്ച് നിർത്തി. അപ്പൊ ഞാൻ മാത്രം പറഞ്ഞു എനിക്ക് തുടർന്ന് പഠിക്കണം, നല്ലൊരു ജോലിയിൽ എനിക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ നാട്ടുകാരൊക്കെ പറയുമായിരുന്നു, ഈ പെൺകൊച്ചിനെ പഠിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടും, അതിനെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു കൊണ്ട് പോകും, അപ്പം വെറുതെ അതിനെ പഠിപ്പിക്കുന്നതാ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അല്ല അവളുടെ ഇഷ്ടം അതാണ് പഠിക്കണമെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുവായ എന്ന് പറഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസം എനിക്ക് തന്നത് കൊണ്ടാണ് ഓരോ മേഖലകളിലേക്കും എനിക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിഞ്ഞത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അങ്ങനെ വിവാഹമെല്ലാം നടത്തി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ CSIയില് ഇവിടുത്തെ മാതാവും പിതാവും വിശ്വാസത്തിലായിരുന്നു, പക്ഷെ മക്കളാരും വിശ്വാസത്തിലല്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിലും ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഭർത്താവിൻ്റെ അമ്മ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. അത് നമ്മളെ യെശയ്യാ പ്രവചനത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു അമ്മച്ചി പാടുന്നത് അമ്മച്ചിയുടെ മക്കളെ കുറിച്ചുള്ള കാര്യമാണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് യെശയ്യാ പ്രവചനത്തിൽ ഇത് എഴുതിയിരിക്കുന്ന അതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇതെന്നുള്ളത്. പിന്നെ ഞാൻ അതിന് ശേഷമാണ് ഇന്നുള്ള ഈ ബൈബിള് വായിക്കാനും ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇടയാകുന്നത്. ഭർത്താവ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് പറഞ്ഞു, എൻ്റെ കല്യാണ സമയത്ത് ഭർത്താവിൻ്റെ പേര് തോമസ് എന്നായിരുന്നു എന്ന് പറഞ്ഞാണ് CSI പള്ളിയിൽ വെച്ച് എൻ്റെ വിവാഹം നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാ പറഞ്ഞ, അല്ല ഞാൻ എൻ്റെ പേര് ശശികുമാർ എന്നാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേരും കൂടി ശാന്തമ്മ എന്നുള്ള ഇതിലേക്ക് ആക്കി. അങ്ങനെ എൻ്റെ ഇവിടെയുള്ള എല്ലാ രേഖകളും ശാന്തമ്മ ശശികുമാർ എന്നുള്ള പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ തന്നെ നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഭവനത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളായതുകൊണ്ട് അതിൻ്റെതായ തിക്തഫലം ആയിട്ട് ഈ കുഞ്ഞുങ്ങളും അവരുടേതായ CSIയുടെ ആ ഒരു ചാലിലേക്ക് അവർ പോകണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അതിനോട് താല്പര്യവും ഇല്ല. തൊട്ടടുത്ത് സെമിനാരിയും ഉണ്ട്, വടവാതൂർ സെമിനാരി. അപ്പം ഞാൻ അവിടെ എല്ലാ സൺഡേയിലും കുർബാന കാണാനും പോകും. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കരിസ്മാറ്റിക്കിൻ്റെ ഇതിലേക്ക് വരുന്നത്. കരിസ്മാറ്റിക്കിൻ്റെ ആ പ്രാർത്ഥനകൾക്കെല്ലാം ഞാൻ പല സ്ഥലത്തും പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും അല്ല ശരിയായിട്ടുള്ള. അങ്ങനെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ ഞാൻ അവിടെ കടന്നു ചെല്ലുക, എൻ്റെ കൊച്ചുമായിട്ട് മൂത്ത മോനുമായിട്ട് കടന്നു ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്ന് കേൾക്കുന്ന ഒരു വചനം ഇതാണ്, രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് എന്നുള്ളത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ദേവദാസൻ, ഒരു ഉപദേശിയാണ്. ആ ഉപദേശം നിന്ന് പറയുന്നത് ഇങ്ങനെ, ഞാൻ കടന്ന് ചെല്ലുന്ന സമയത്ത്, കേട്ടോ മകളെ, പെരുക്കാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട എന്ന്. അപ്പൊ ഞാൻ ഓർത്തു, ഇത് എന്നോടാണോ ഈ പറഞ്ഞത് എന്ന് എൻ്റെ മനസ്സിൽ അപ്പോഴേ തോന്നി. അപ്പൊ ഞാൻ വേഗം തന്നെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന അവരോട് ചോദിച്ചു, ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചപ്പോഴാണ് അവരാണ് എന്നോട് പറഞ്ഞത്, രൂത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് ബൈബിളിനകത്ത്, അതിൻ്റെ അകത്തുനിന്നാണ്. അപ്പം ഞാൻ അവിടെ ആ ചർച്ചിൽ നിന്ന് വന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോട് പറഞ്ഞ, അമ്മയുടെ കയ്യിലുള്ള പുസ്തകം എനിക്ക് തരാൻ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ കത്തോലിക്കരുടെ ബൈബിളാണ് ഉള്ളത്. ഞാൻ അത് തരാൻ പറഞ്ഞു. എന്നത്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെനിക്കൊന്ന് വായിക്കണം, അതിനു വേണ്ടിയാണ്. അങ്ങനെ ഞാൻ ആ പുസ്തകം എടുത്ത് വായിച്ചു. അപ്പോഴാണ് അതിൻ്റെ അകത്ത് ബോബസ് രൂത്തിനോട് പറയുന്ന വാക്യമാണ് ഇത്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട എന്ന്. അന്ന് കർത്താവിന് എന്നെക്കുറിച്ച് നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുകയാണ്. കാരണം അമ്മയുടെ ജെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ അറിഞ്ഞു.
ഗർഭത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ കണ്ടു എന്ന്. അതുപോലെ തന്നെയാണ്, അതുകൊണ്ടായിരിക്കണം ആ മലയാറ്റൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്നും എന്നെ ദൈവം ഈ കോട്ടയത്ത് എത്തിച്ചതും, ഈ കോട്ടയത്ത് വന്നതിന് ശേഷം ഈ കർത്താവിനെ അറിയുവാൻ എനിക്ക് ഇടയായതും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. കാരണം ആ ദൈവത്തിൻ്റെ കരുതല്, കാവല്, അത് എത്രയെന്ന് ദൈവത്തിന്റെ വചനം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന്. അതെ, ആ ദൈവത്തെ രുചിച്ചറിയുവാൻ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തില് കർത്താവ് എന്നെ നടത്തി. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ പൊന്ന് എങ്ങനെ അതിന്റെ കീടം നീക്കണം, കീടം നീക്കിയെങ്കിൽ മാത്രമാണ് അത് കട്ടാന് പണിയാനുള്ള ഉരുപ്പടിയായിത്തീരുന്നത് എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എന്നെ പലവിധമായ ശോധനകളിൽ കൂടി കടത്തിവിട്ടു. അവിടെ എല്ലാം നിന്നു എന്നല്ല, നിർത്തിയെന്ന് പറയാനാ എനിക്ക് ഇഷ്ടം. കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്, നീന്തതല്ല, എന്നെ കർത്താവ് നിർത്തിയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സാക്ഷിയായി ഈ ചാനലിൽ വന്നിരിക്കുന്നത്. കർത്താവിന്റെ കരുണ അല്ലാതെ ഒന്നുമില്ല. ഒത്തിരി പ്രതിസന്ധികൾ കല്യാണത്തിന് ശേഷം അനുഭവിക്കേണ്ടി വന്നു. ജോലി, ഞാൻ പറഞ്ഞല്ലോ ജോലി ഉണ്ടായിരുന്ന ഞാൻ ആ ജോലി ലീവ് എടുത്തു. 1 മാസത്തെ ലീവ് എടുത്തിട്ടാണ് ഞാൻ, അന്ന് ഭർത്താവിന് ബോംബെയിലായിരുന്നു ജോലി, ബോംബെയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നെ തിരിച്ചു വിട്ടില്ല. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. റിസൈൻ ചെയ്ത് അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്ത കുഞ്ഞ് ഉണ്ടായി. അവിടെ നാട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ആ മൂത്ത മകനും ഉണ്ടായി കഴിഞ്ഞപ്പോൾ തുടങ്ങി കഷ്ടത ജീവിതത്തിലേക്ക് കടന്നു വന്നു. കഷ്ടത എന്ന് പറയുമ്പോൾ ഒന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാട്ടോ. ഓക്കെ. കഷ്ടത എന്ന് പറഞ്ഞാൽ ബോംബെയിൽ ജോലി ഉണ്ടായിരുന്ന ഭർത്താവ് ആ ജോലി രാജിവെച്ചിട്ട് എന്നെ നാട്ടിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരന് ജോലിയില്ലല്ലോ. ജോലിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വീട്ടില് എല്ലാം ഒരുമിച്ചായിരുന്നു. ചേട്ടനും ഇവിടുത്തെ ഭർത്താവിൻ്റെ ചേട്ടനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അവരും ഉണ്ടായിരുന്നു. അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. വേറൊരു പെങ്ങളെ കെട്ടിച്ചു വിട്ടതാണ്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും ജോലിയില്ലാത്ത ഭർത്താവും ഞാനും കുഞ്ഞും കൂടി ആകുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. ആ അങ്ങനെ ജീവിതം ഒരു തരത്തിൽ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു, ബാങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വെൽഡിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് തുടങ്ങുകയായിരുന്നു. വെൽഡിങ് മാത്രമേ അറിയാമുള്ളൂ. പക്ഷേ ഈ കൊല്ലന്മാരുടെ പണികളൊന്നും അറിയത്തില്ല. ഈ ഇരുമ്പ് വളയ്ക്കാനും ഉണ്ടാക്കാനും ഒന്നും അറിയാം. അതിന് വേറെ ആളെ നിർത്തണം. അങ്ങനെ ഒരു ഇത് തുടങ്ങി ഉണ്ടായിരുന്ന പൈസയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് അവസാനം ജപ്തിയിലാണ് അവസാനിച്ചത്. അത് ജപ്തി ചെയ്ത ആ മെഷീനെല്ലാം അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ആ മെഷീനും പോയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തെ നമ്മൾ എത്ര തള്ളിക്കളയുന്നു അതനുസരിച്ച് ദൈവവും നമ്മളെ തള്ളിക്കളയുമെന്ന്. കാരണം CSIയിൽ തന്നെയാണ് അപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ്. അപ്പം നമ്മുടെ ശ്രീധനം വേണം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ശ്രീധനം മേടിച്ചു. പക്ഷെ ആ ശ്രീധനം എല്ലാം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചു പറിച്ച് എന്തു വാങ്ങിയാലും അത് ഉപയോഗിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അത് പക്ഷി പറന്നു പോകുന്ന പോലെ പറന്നു പോകും. ആ അവസാനത്തെ തുള്ളി, എനിക്ക് ഉണ്ടായിരുന്ന സ്വർണവും ഈ രൂപയും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിങ്കിലേക്ക് പുള്ളിക്കാരൻ നോക്കുന്നത്.
അത് ദൈവത്തിന്റെ ശാപമാണ്, ദൈവത്തിൽ നിന്നുള്ള ശാപമാണെന്ന പുള്ളി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. ഇങ്ങനെ വെൽഡിങ് വർക്ക്ഷോപ്പുകൾ നടത്തിയോ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, ഞാൻ മാത്രമേ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് കരിസ്മാറ്റിക് പ്രയറുകൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ, ഒരു കോപ്പറേറ്റീവ് ഫേമില് പുള്ളിക്കാരന് ഒരു ജോലി കിട്ടി. ആ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു 9 വർഷത്തോളം ജോലി ചെയ്തു. ആ 9 വർഷം ആയിരിക്കുമ്പോൾ തന്നെ ഇത് സൗദിക്ക് പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടി. അത് സൗദിയിൽ വെൽഡറായിട്ടാണ് പോകുന്നത്. 2 വർഷത്തെ കോണ്ടാക്റ്റിൽ സൗദിക്ക് പോവുകയാണ്. സൗദിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്നത് ഒരു പണി തീരാത്ത ഒരു ചെറിയൊരു ഭവനം. പണി തീരാത്ത ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ ഓടുണ്ട്, ഭിത്തി ചുടുകട്ട കെട്ടിയതുമാണ്, തറയിട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു വീട് ഞങ്ങൾ അവകാശമായിട്ട് ഭർത്താവിന് അപ്പം കൊടുത്തതാണ് ആ സ്ഥലം. ആ സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വീടാണ് അത്. അത് പണി തീരാത്തൊരു വീടാണ്. ആ സമയത്താണ് സൗദിക്ക് പോകുന്നത്. സൗദിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. പുള്ളിക്കാരനും ഞാനും സ്നാനപ്പെട്ടു. സ്നാനപ്പെടുന്ന സൗദിക്ക് പോകുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ് പുള്ളി സ്നാനപ്പെടുന്നത്. അപ്പൊ ആ ഞായറാഴ്ച ഒരു വ്യാഴാഴ്ച ദിവസമാണ് സ്നാനപ്പെടുന്നത്. ഞായറാഴ്ച ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു, തൊട്ടടുത്തുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആ ചർച്ചിൽ ചെന്ന് അവിടത്തെ കൂട്ടായ്മകളിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ വെച്ച് പറയുകയാണ്, എനിക്ക് സൗദിക്ക് പോകാനായിട്ട് അതെല്ലാം ശരിയായി വന്നിട്ടുണ്ട്, എനിക്ക് അടുത്ത ആഴ്ച പോകണം, അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളിക്കാരൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴാ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് സ്നാനപ്പെടുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ എന്നോട് പറഞ്ഞില്ലല്ലോ സ്നാനപ്പെടുന്ന കാര്യം, അതുകൊണ്ട് നിങ്ങൾ സ്നാനപ്പെട്ടോ? ഞാൻ സ്നാനപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഒന്നും അറിയത്തില്ല, വചന ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ ആകെ അറിയാവുന്ന സങ്കീർത്തന ഭാഗങ്ങൾ, പിന്നെ 5 മോശ എഴുതിയ 5 പുസ്തകങ്ങളെ കുറിച്ച് മാത്രമേ എനിക്കറിയത്തുള്ളൂ, വേറെ എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ സ്നാനപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഇപ്പോൾ ജീവനോടെ സൗദിക്ക് കടന്നു പോകുന്നു, തിരിച്ച് ജീവനോടെ വരും എന്ന് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് വല്ലാതായിപ്പോയി. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്ന പോലെ ഞാനും അനുസരിച്ചേക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ആ വാക്കിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെട്ടു. വ്യാഴാഴ്ച സ്നാനപ്പെട്ടു. ശനിയാഴ്ച സൗദിക്ക് പോകാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് നിന്ന് ട്രെയിന് മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ പോയി പിന്നെ പോകുന്ന സമയത്ത് വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങളും ഉണ്ട്, ഞാനും ഉണ്ട്. അന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അരിയില്ല, ഒരു സാധനവും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. ആരോടാ പറയുന്നത്? അവരോട് ചോദിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ എന്നിട്ട് അവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ ചെന്ന് ആ കടക്കാരനോട് പറഞ്ഞു, എന്നെ പുള്ളിക്കാരൻ പോയില്ലോ, വന്നതിന് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തന്നോളാം, എനിക്ക് വേണം, അരി സാധനങ്ങളും വേണമെന്ന് പറഞ്ഞ കടയിൽ നിന്ന് കടം വാങ്ങുമായിരുന്നു. അവിടെ നിന്ന് മേടിച്ച് അന്ന് ഞങ്ങൾ വൈകിട്ട് ഭക്ഷണം വെച്ച് കഴിച്ചു. പിന്നെ അവിടെ ചെന്ന് ജോലി ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ടാണ് ശമ്പളം കിട്ടുന്നത്. ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടുന്നത് തന്നെ കുറച്ച്, ആകെ 10,000 രൂപ അന്ന് സാലറി ഉള്ളൂ. ആ 10,000 പുള്ളിയുടെ ചെലവും കഴിഞ്ഞ് വേണം ബാക്കി നമുക്ക് തരാൻ. ഇവിടെയാണെങ്കിൽ മേടിച്ച സാധനങ്ങൾ അതിന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നത്തെ തരികയല്ല. അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ മറ്റുള്ള വേറെ കടങ്ങളുണ്ട്. പോകാൻ നേരത്ത് ഒരു 10,000 രൂപ, 15,000 രൂപ ഒരാളോട് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് കൊടുക്കണം.
ഞാൻ പറഞ്ഞു ഏതായാലും ഭക്ഷണം കഴിച്ചില്ലേലും വേണ്ടില്ല, കടം മേടിച്ചത് കൊടുക്കണം എന്ന് പറഞ്ഞ് കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് കുറവച്ച് കൊടുത്ത് ആ കടം വീട്ടുകയായിരുന്നു. അങ്ങനെ അതും വീട്ടി എല്ലാം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ സൗദിയിൽ നിന്ന് അവധിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വിശ്വാസത്തിൽ പോയ ആളാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും വിശ്വാസം എല്ലാം പമ്പ കിടന്നെന്നുള്ളത്. അപ്പോഴും ഞാൻ അന്നും ഈ കാരണം ഒരു ഒരു സ്ഥലത്ത് നിന്ന് എന്നെ ഇത്ര ഇതാക്കി വെച്ചിട്ട് പിന്നെ ഇനി അതിനകത്ത് വീണ്ടും പള്ളിയിലേക്ക് ഇല്ല, നടക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് കഴിയത്തില്ല, ഞാൻ ഈ നിൽപ്പ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴെന്നോട് പറഞ്ഞു നീ പോകുന്ന ചർച്ചിൽ പോകാൻ പറ്റുകയായി. ഞാൻ പറഞ്ഞു ശരി, സമ്മതിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നല്ലൊരു ആലയം എനിക്ക് നീ തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നര ആ, ഒന്നര അല്ല 2 വർഷത്തോളം ഞാൻ ആരാധനയും കൂട്ടായ്മയും ഒന്നും ഇല്ലാതെ ഞാൻ നിന്ന് കഴിഞ്ഞ് ഈ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് വീണ്ടും പുള്ളിക്കാരന് കുവൈറ്റിന് പോകാനായിട്ട്, അപ്പൊ സൗദിയിലത്തെ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് കുവൈറ്റിന് പോകാനായിട്ട് ചാൻസ് കിട്ടി. അങ്ങനെ കുവൈറ്റിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സാലറി ഒക്കെ കിട്ടി. അങ്ങനെ കുവൈറ്റിൽ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ച് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം അത് പുള്ളിക്ക് ഉണ്ടായത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയും. വചനം അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ ആ വചനം ഉള്ളത് കൊണ്ട് ഈ പുള്ളിക്ക് സൗദിക്ക് കുവൈറ്റിന് പോകാനായിട്ടുള്ള ടിക്കറ്റും ഉണ്ട്, വിസയും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് അത് കൺഫേം ആയിട്ടില്ല. ടിക്കറ്റ് ഉള്ളത് കൺഫേം ആയില്ല. ഈ വിസ തീരാനായിട്ട് 2 ദിവസം കൂടി ഉള്ളു. അങ്ങനെ ഉള്ള സമയത്താണ് ബോംബെയിലാണ് പോകേണ്ടത്. ബോംബെയിൽ ചെന്ന് പോകാനായിട്ട് ചെല്ലുമ്പോൾ ഏജൻസി ടിക്കറ്റും ഇതെല്ലാം കൊടുത്തു. അതും കൊണ്ട് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അന്ന് പുള്ളി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു. കർത്താവേ, നീ എന്നെ വിട്ടില്ലേ, ഞാൻ ഈ ബോംബെയുടെ മണ്ണിൽ തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഓടിച്ചെന്ന് പിന്നെ എയർപോർട്ടിൽ ചെന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കൺഫേം ആയ ആളുകളെ വിടാനുണ്ട്, പിന്നെ നിങ്ങളെ എങ്ങനെ വിടാനാ, കൺഫേം ടിക്കറ്റ് അല്ലല്ലോ ഇത് എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ പോയി അവിടെ ചെന്ന് ഇരിക്കുന്നു പറഞ്ഞു വിട്ടു. പുള്ളി അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ വീണ്ടും പുള്ളിയെ തന്നെ സമർപ്പിച്ച് കരഞ്ഞ്. എന്തായാലും ആ കൺഫേംഡ് അല്ലാത്ത ടിക്കറ്റ് 5 നിമിഷം കൊണ്ട് കൺഫേം ആയി കിട്ടി. പുള്ളിക്ക് ആ ഫ്ലൈറ്റിൽ കയറി പോകാനായിട്ട് വന്നു. കുവൈറ്റിന്റെ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ വൈകുന്നേരത്തെ അവിടുത്തെ കുവൈറ്റിലെ IPC ചർച്ചിൽ പുള്ളി പോയി സാക്ഷ്യം പറയുകയും അങ്ങനെ IPCയോടുള്ള ബന്ധത്തിൽ അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇവിടെ കോട്ടയത്തുള്ള IPC ചർച്ച്, ഫിലഡൽഫിയ എന്ന് പറഞ്ഞ ചർച്ചുണ്ട്, ആ ചർച്ചിൽ ഞാൻ പോകുമെന്ന് പുള്ളി അവിടെ ചർച്ചിൽ ആയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ഇവിടെ പോവുകയും ചെയ്തു. അപ്പം IPCയുടെ ബന്ധപ്പെട്ട അങ്ങനെ ഞങ്ങൾ പോയി കുഞ്ഞുങ്ങളും അപ്പം എന്നോടൊപ്പം ഈ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. 2 പേരും പഠിക്കുക. മൂത്ത ആള് അപ്പം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന, ഇളയ ആള് 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അങ്ങനെ ആ 2 മക്കളുമായിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരെ എൻ്റെ കൂട്ടത്തിൽ കൂടെ വന്നു കഴിഞ്ഞു. പ്രസംഗത്തിൻ്റെ സമയമാകുമ്പോൾ ഇവരിറങ്ങി പുറത്തോട്ട് പോകും. അങ്ങനെയായിരുന്നു. ഇല്ല, ഞാൻ എൻ്റെ ഒരു കൂട്ടായ്മകൾ പോലും മുടക്കാതെ ഞാൻ അവിടെ നിന്നു. അവിടെ നിന്നപ്പോഴാണ് ദൈവവചനത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അതിന് ഈ ദൈവത്തെ എങ്ങനെയാണ് നാം പിൻപറ്റേണ്ടത് എന്നതിനെ കുറിച്ചും എല്ലാം ദൈവദാസന്മാരിൽ കൂടി കേൾക്കുവാനും വചനം നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞു. അത് എന്നെ ദൈവത്തിൽ ഉറയ്ക്കുവാൻ ഇടയാക്കി. എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ഞാൻ എൻ്റെ കാല് വെച്ചിരിക്കുന്നത് നീങ്ങിപ്പോകാത്ത പാറയിലാണ്.
എനിക്കായി പിളർന്ന പാറയിലാണ് എന്നുള്ള ആ വിശ്വാസം എന്നിലുണ്ടായിരുന്നു. ആ വിശ്വാസത്തോടു കൂടി നിന്നതുകൊണ്ട് എൻ്റെ തലമുറകളും ഈ ദൈവത്തെ അവർക്ക് ജീവിതത്തിൽ ചെറുപ്പത്തിൻ്റെതായ കൂട്ടുകെട്ടുകളെല്ലാം ഉണ്ടായിരുന്നു. മൂത്ത മകനെ നേഴ്സിംഗ് പഠിക്കാനായിട്ട് വിട്ടു. അപ്പോൾ അതൊന്നും ഞങ്ങൾ ഒരു ലോണൊന്നും ഇല്ലാതെ തന്നെയാണ് അത് പഠിപ്പിച്ചെടുത്തത്. ഭർത്താവ് കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അകത്തും ഒത്തിരി പ്രതിസന്ധികളൊക്കെ വന്നു. പ്രതിസന്ധികളെല്ലാം വന്നെങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ നിന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ കർത്താവ് വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു മനോഭാവം അത് ഇന്നും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം അതിൻ്റെ ഒക്കെ മധ്യത്തിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന്. അപ്പൊ അങ്ങനെ അനാഥരായി വിടാത്ത ആ കർത്താവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ എല്ലാം അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിന് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ തിരുവചനം തന്നെയാണ്. ഈ തിരുവചനത്തിലുണ്ട് എല്ലാം എന്ന് പറഞ്ഞ എല്ലാം പ്രവചനങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത് വചനത്തിൽ കൂടിയാണ്. അങ്ങനെ എന്നോട് വചനവുമായിട്ട് കൂടുതൽ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനം തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. വേദപുസ്തകം തുറന്നു കഴിഞ്ഞു, കർത്താവ് നീ എന്നോട് സംസാരിക്കണമെന്ന്. അന്നത്തെ ആ വിഷയം എന്ത് തന്നെയായിരുന്നു അപ്പോഴേ എനിക്ക് അതിന് മറുപടി ആ വചനത്തിൽ കൂടി തന്നിരിക്കും. ഞാൻ അങ്ങനെയാണ് ഈ ഇന്ന് വരെയും നിലനിൽക്കുന്നത്. രോഗങ്ങളാണെങ്കിലും ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ സമയത്ത് കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്നു. ആ രോഗസൗഖ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം മരുന്നോ ഒന്നും ആശ്രയിക്കാൻ ഞാൻ പോകാറില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന്. ഞാൻ അങ്ങനെ തന്നെ രോഗസൗഖ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാന് പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഭർത്താവ് ഒരു പശുവിനെ മേടിച്ച്, എനിക്ക് ജോലിയില്ലല്ലോ, അപ്പൊ ഒരു പശുവിനെ മേടിച്ച് തന്നു. പശുവിനെ മേടിച്ചെന്ന് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പശുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് അറിയത്തില്ല. എങ്കിലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരി എന്നെ സഹായിക്കുമായിരുന്നു. പുല്ല് പറിക്കാനൊക്കെ ആയിട്ട് അവരും എന്നെ സഹായിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ പശുവിനെ കറക്കുകയും ഈ ചാണകം വാരുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാല് മുഴുവനും പൊട്ടി കളിഞ്ഞ് കൈയുടെ രണ്ട് കൈയുടെ ഈ വരകളെല്ലാം പൊട്ടി വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഈ സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ഏതായാലും എൻ്റെ സ്നാനപ്പെടുകയല്ല, എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്കൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അന്ന് നീ പോയി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കോട്ടയത്ത് നിന്ന് ബസ് കയറി വീട്ടിൽ പോകുക. 2-3 മണിക്കൂർ കോട്ടയത്ത് നിന്ന് കാലടി വരണം, കാലടിയിൽ നിന്ന് മലയാറ്റൂർക്ക് അങ്ങനെ ബസ്സിനകത്ത് കയറി പോകണം. അപ്പൊ ഈ കോട്ടയത്ത് നിന്നുള്ള എനിക്ക് സീറ്റ് കിട്ടി. തിരിച്ചും ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ സ്നാനപ്പെടാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അപ്പനും കരയുമായിരുന്നു. കാരണം ഞാൻ ചത്തുപോയെന്നുള്ള രീതിയിൽ അവരങ്ങ് കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചാകാൻ പോകുന്നല്ല പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോകുന്നെന്നാ പറഞ്ഞത്. കർത്താവിൻ്റെ അവ പറഞ്ഞത്, നിനക്ക് കൊട്ടിപ്പാടാനായിട്ടാണ്. ഞാൻ പറഞ്ഞു, കൊട്ടലും പാടലും ഒന്നുമല്ല, കൈയടിച്ച് പാടുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്നു പറഞ്ഞു. അത് പറഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോഴത്തേക്കും കാലടിയിൽ നിന്നും ഞാൻ ബസ്സിനകത്ത് കയറുമ്പോഴത്തേക്കും അതിൻ്റെ ഡോറിൻ്റെ അവിടെ വരെ ആളുകളുണ്ട്. കയറാൻ മേല, കാല് കുത്താൻ മേല, എങ്കിലും തിങ്ങിക്കേറി ഞാനങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ആളുകൾ ഇടിച്ച് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ കാലയിൽ കയറി ഒരുത്തൻ അങ്ങ് ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ബസ്സിൻ്റെ അകത്ത് കിടന്ന് അയ്യോ എൻ്റെ കാലേന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും വേഗം തന്നെ ആ ചവിട്ടിയ ആൾ പെട്ടെന്ന് കാല് മാറ്റി കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ ഫ്ലോറിൽ മുഴുവനും ബ്ലഡാ. ഈ കാല് പൊട്ടി ഒലിക്കുകയോ. ഇത് കണ്ടോടുകൂടി അവരെല്ലാവരും പറഞ്ഞു, ഇത്രയും ഇത്രയും ഇങ്ങനെ ചെയ്ത് ആണെങ്കിൽ പിന്നെ ഒന്ന് സീറ്റ് ആരോടെങ്കിലും ചോദിച്ച് എടുക്കാൻ മേലേ എന്ന് ചോദിച്ചു.
അപ്പൊ ഞാൻ പറഞ്ഞു സീ സീറ്റിന്റെ ആ കിട്ടണ്ട, ഇത്രയും തിരക്കുള്ളടത്ത് സീറ്റ് എങ്ങനെ കിട്ടാനാ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്ക് അവര് സീറ്റ് തന്നു. ഞാൻ അങ്ങനെ വീട്ടിലോ വന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, അല്ല പിറ്റേ ദിവസമായിരുന്നു സ്നാനം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സ്നാനക്കുളത്തിന്, ഒരു ആറ്റിലാണ് സ്നാനപ്പെടുന്ന, ആ ആറിന്റെ തീരത്ത് നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ സൗഖ്യദായകനാണല്ലോ, എൻ്റെ കൈയും കാലും നീ കാണുന്നുണ്ടല്ലോ കർത്താവ്, ഞാൻ ഈ വെള്ളത്തിൽ നിന്നെ സാക്ഷീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് രോഗസൗഖ്യം നീ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നാനപ്പെട്ടു. കയറുമ്പോഴത്തേക്കും കർത്താവ് പ്രാർത്ഥന കേട്ടു, എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ കാലും കൈയും എല്ലാം സൗഖ്യമായി. എൻ്റെ കാലയില് അതുവരെ ഉണ്ടായിരുന്ന ആ പാടുകളെല്ലാം പൊളിഞ്ഞിങ്ങനെ പോയി. പൗലോസിന്റെ കണ്ണിൽ നിന്ന് ചിതമ്പല് പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞതുപോലെ എൻ്റെ കണ്ണിൽ നിന്നും എൻ്റെ കണ്ണിൽ നിന്നല്ല, എൻ്റെ കാലിൽ നിന്ന് ഇങ്ങനെ പാട പോലെ അത് പൊളിഞ്ഞങ്ങ് പോവുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയായിട്ടും കാലിന് ഓരോ അലർജി പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആ സൗഖ്യം ഇന്ന് നിലനിൽക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്കൊക്കെ കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. ഞാനും ആ സൗഖ്യം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് 73-ാമത്തെ വയസ്സാണ്. ഈ 73 വയസ്സിലും കർത്താവ് എന്നെ ആരോഗ്യത്തോടെ നടത്തുന്നു. നടക്കാനും പോകാനും ഒക്കെ അതിനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നു. അന്ത്യത്തോളം കർത്താവിൻ്റെ വചനവുമായി കഴിയുന്നിടത്തോടെ സ്ഥലങ്ങളിൽ പോകണം, സാക്ഷീകരിക്കണം, വചനം പറയണം. ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട അവിടെയൊക്കെ ചെറിയ മീറ്റിങ്ങുകളിൽ ഞാൻ മെസ്സേജ് പറയാറുണ്ട്. അതിനെല്ലാം കർത്താവ് എനിക്ക് കൃപ തരുന്നുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുതലാണ്. ഈ കുവൈറ്റിൽ നിന്ന് വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷം അവിടെ ജോലി ചെയ്തു, തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിക്ക് സ്ട്രോക്ക് വന്ന് തളർന്ന് അവിടെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പം അവിടെ എന്നെ അറിയാവുന്ന ഒരു സിസ്റ്റർ വിളിച്ച്, ഞാൻ പോകുന്ന ചർച്ചിൽ ദേവദാസിനോട് പറഞ്ഞു, ഇങ്ങനെ പുള്ളിക്കാരന് സുഖമില്ലാതെ കിടക്കുക, കിട്ടുമോ ഇല്ലെന്നുള്ളത് അറിയത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനിത് അറിഞ്ഞ അന്ന് രാവിലെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ 3 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പുള്ളിക്കാരന് ഒരു കുഴപ്പമില്ലാതെ കുവൈറ്റിൽ നിന്ന് വരാൻ ഇടയായി. സ്ട്രോക്ക് വന്നതാണ്. പിന്നെ മെഡിക്കൽ കോളേജിലെ ചികിത്സയൊക്കെ ചെയ്തു. അങ്ങനെ പുള്ളി വീണ്ടും തിരിച്ചു ജോലിക്ക് ചെല്ലുമായിരുന്നു. ജോലിക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ചും ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു. എനിക്ക് ഈ ഇവിടെ ജോലിയും പശുവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിനെല്ലാം വിറ്റ് കളഞ്ഞായിരുന്നു. വിറ്റെല്ലാം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ വേണമല്ലോ. സെമസ്റ്റർ ഫീസ് 20,000 വെച്ച് മൂത്തവന് കൊടുക്കണം, ഇളയവൻ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പൈസ ഇല്ല. അപ്പം ഞങ്ങൾ പശു ഉണ്ടായിരുന്നു, ആടും ഉണ്ടായിരുന്നു, അതിനെല്ലാം വിറ്റ് കളഞ്ഞു. അപ്പം എല്ലാം കഴിഞ്ഞ് ഞാനെപ്പോഴെങ്കിലും സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെയെങ്കിലും ഒരു ചെറിയ പണി കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ, ഞാൻ വടബാദൂരാണ് താമസിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. ആ വടബാദൂര് വിജയപുരം പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ ചെയർപേഴ്സണായിട്ട് എനിക്ക് കിട്ടി. കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, കർത്താവേ എനിക്കും എൻ്റെ കുഞ്ഞിനും ഒക്കെ ഉള്ള ആഹാരത്തിനുള്ള വക എനിക്ക് കിട്ടുമല്ലോ എന്ന്. അങ്ങനെ അത് ഞാനൊരു 12 വർഷത്തോളം അത് കൊണ്ട് നടന്നു. അപ്പോഴ് ഈ കുഞ്ഞുങ്ങള് കുറച്ചും കൂടി മുതിർന്നു. അപ്പൊ ഇവര് ലോകത്തിന്റെ പുറകെ ഓടാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് ശരിയാകത്തില്ല എന്ന്. ഞാൻ എൻ്റെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ്, എൻ്റെ മൂത്ത മോൻ്റെ പഠിത്തം കഴിഞ്ഞ് അവനൊരു ജോലി കിട്ടി 5 പൈസ എനിക്ക് തരാറാകുമ്പോൾ ഞാൻ ഇത് വെച്ചൊഴിയും എന്ന്. അങ്ങനെ ഞാൻ ആ കുടുംബശ്രീയുമായിട്ടുള്ള എല്ലാ കുടുംബശ്രീ അംഗത്വം വരെ, ഇന്ന് കുടുംബശ്രീയിലെ അംഗത്വമൊന്നും എനിക്കില്ല, അതെല്ലാം ഞാൻ വിട്ട്
എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് ഓടാൻ തുടങ്ങി. അപ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അത് വിട്ട് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മകനാണ് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നതും അവൻ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്ന ഒറ്റ ദിവസം കൊണ്ടാണ്. അതുപോലത്തുള്ള ഒരു മാനസാന്തരമായിരുന്നു അവൻ്റെ ജീവിതത്തിലുണ്ട്. വണ്ടി ഓടിച്ച് നടക്കുമായിരുന്നു അവൻ. പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ആയിട്ട് അവൻ ITIയിൽ പോയായിരുന്നു. ITIയിൽ പോയി ആ ITIയിൽ പരീക്ഷ എഴുതിയില്ല. അങ്ങനെ അങ്ങനെ കുഴപ്പി നടക്കുമായിരുന്നു. ആ മകനെ തലമുടിയും വളർത്തി ഈ ഒരു ഇതിൽ നടക്കുമായിരുന്നു. ആ മകന് ദൈവം അവനെ തൊട്ടു, അവൻ രക്ഷയിലേക്ക് വന്നു. അപ്പൊ പിന്നീടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടം ഞാനും എൻ്റെ മകനുമാണ് പിന്നെ പോകുന്നത്. ബൈക്കേൽ ഞങ്ങൾ യാത്ര ചെയ്ത മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നത്. അപ്പൊ മൂത്ത മോന് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുക. അപ്പൊ അവിടെയോ അവന് ഒത്തിരി കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കാരണം ബാംഗ്ലൂരല്ലേ, ബാംഗ്ലൂരിൽ ഇല്ലാത്ത ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് മദ്യത്തിന് അടിമയായി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് വെള്ളം വെച്ചു. ഇവൻ വന്ന് ഇവന് കൂട്ടുകാരും കൂടെ കുടിക്കുവാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കൊണ്ടാ പോകുന്നത്. ഈ വെള്ളം എടുത്തുകൊണ്ടുപോയി കുടിച്ചു. അത് അവസാനത്തെ കുടിയായിരുന്നു അവൻ്റെ. അതോടുകൂടി കുടി നിന്നു. പിന്നെ ഒരു വർഷത്തോളം അവൻ കുടിക്കാതെ നടന്ന് പിന്നത്തെ വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും അവനും രക്ഷയിലേക്ക് വന്നു. അവൻ സ്നാനപ്പെട്ടു. അവൻ്റെ സ്നാനത്തിന് മുമ്പ് സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ കുവൈറ്റിന് അവന് മിനിസ്ട്രിയിൽ ജോലി കിട്ടി. മിനിസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MOD ആണ്, കുവൈറ്റ് മിനിസ്ട്രിയുടെ ഡിഫൻസിൻ്റെ. അവിടെയാണ് നേഴ്സിംഗ് പഠിച്ചത്. BSc നേഴ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ പഠിച്ച് അങ്ങോട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പോകും. ജോലിക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ മോൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: മമ്മി, ഞാൻ ഇത്രയും നാളും ഇവിടെ ഒത്തിരി ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്തത്. എനിക്ക് കുവൈറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്ഥലത്ത് ജോലി കിട്ടണം, അതിന് വേണ്ടിയിട്ട് മമ്മി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ശരി മക്കളെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അവന് ചെന്ന അന്ന് മുതൽ അവന് OP അവനും കിട്ടിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഓപ്പറേഷൻ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകത്തില്ല. അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ ആ സമയങ്ങൾ അവൻ ഈ വേദവചനം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ അത് പഠിച്ച് അവൻ ആദ്യമേ തന്നെ അവൻ്റെ ഭവനത്തിൽ അവൻ വേല തുടങ്ങി. പിന്നീട് ഇപ്പൊ ഒരു ചർച്ച എടുത്ത് അവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതാണ് കുഞ്ഞുങ്ങളിൽ രണ്ടുപേരും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവ് ആണെങ്കിൽ സ്ട്രോക്ക് വന്നു. കുവൈറ്റിൽ വീണ്ടും പോയി അവിടെ ഒരു 3 വർഷത്തോളം അവിടെ കിടക്കാനിടയായി. ജോലി കൊടുത്തില്ല. സ്ട്രോക്ക് വന്ന ആളായതുകൊണ്ട് ജോലി കൊടുത്തില്ല. പക്ഷെ പാസ്പോർട്ടും അവരുടെ കൈവശത്തിലായിപ്പോയി. അപ്പൊ അത് തിരിച്ചു കിട്ടുന്നില്ല. തിരിച്ചു കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ദൈവത്തോട്, കർത്താവ് എന്ത് ചെയ്യണം? നമുക്ക് അവിടെ കൊടുക്കേണ്ട കാശൊന്നും കൊടുത്ത് നമുക്ക് ആളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ജോലി ആകുന്നതേ ഉള്ളൂ. മോനെ അപ്പോഴേ കുവൈറ്റിൽ പോയിട്ടില്ല. ആ സമയത്താണ് ഞാൻ കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് എന്നോട് പറഞ്ഞു, യിരെമ്യാ പ്രവചനം 40-ന്റെ അകത്ത് 40-ാം അധ്യായമാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യിരെമ്യാവിനെ കവൽപ്പുരമുറ്റത്ത് അടച്ചിട്ടിരുന്ന ആ സാഹചര്യമാണ്. അതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ദേശം നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളിടത്തിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അയാള് വഴിച്ചെലവിന് പൈസ കൊടുത്ത് വിട്ടുന്ന്. ഞാൻ ഈ വചനത്തെ പിടിച്ചു വെച്ച് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 3 വർഷം അവിടെ ജോലിയില്ല, ഒന്നുമില്ലാതെ അവിടെ കിടക്കാനിടയായി. അതും ക്യാമ്പിൽ തന്നെ കിടന്നു. അവരുടെ ക്യാമ്പിൽ നിന്ന് ഒരിടത്തോട്ടും വിടരുത് എന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് ഇവിടെ നിന്ന് ജോലിക്കാ പോയത്, അതുകൊണ്ട് അവിടെ തന്നെ കിടക്കണം. എന്ന് നാട്ടിലേക്ക് കയറി വരാൻ പറ്റുന്നു അന്ന് കയറി വരണം. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് ഇടപെട്ടതുപോലെ തന്നെ അവിടെ കിട്ടാനുള്ള നന്മകളെല്ലാം കിട്ടി. പാസ്പോർട്ടും കിട്ടി. അങ്ങനെ മകൻ അവിടെ ചെന്നു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കയറി ഇവിടെ വരികയും ചെയ്തു. അങ്ങനെ ദൈവം, അപ്പൊ നമ്മളോട് ദൈവം വചനത്തിൽ കൂടി ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഈ വചനം വിശ്വസിക്കാത്തത് കൊണ്ട് ആർക്കും ഒരു കാര്യങ്ങളും സാധിക്കാതെ വരുന്നത്. കാരണം ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ സംഭവിക്കുമോ എന്ന് നമ്മളൊന്ന്
സംശയിച്ചു കഴിഞ്ഞാല് ഒന്നുമില്ല. ദൈവവചനം സംശയിക്കുന്നവർ കാറ്റടിച്ച് ഉലയുന്ന കടൽത്തിരയ്ക്ക് സമനാണെന്നാ പറഞ്ഞത്. അപ്പൊ സംശയിക്കാതെ നമ്മൾ ആ വചനത്തെ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാല് അത് സംഭവിക്കും എന്ന് എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ഇന്നു വരെ ഞാൻ വിശ്വസിച്ച കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ കൂടി എന്നോട് കർത്താവ് പറഞ്ഞതെല്ലാം എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുവൈറ്റിന്റെ പ്രദേശത്ത് ഇതായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന സമയത്തും കഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ എല്ലാവരും എപ്പോഴും ഈ പ്രാർത്ഥനകൾക്കും കൂട്ടങ്ങൾക്കും പോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല കൂട്ടുകാരുണ്ട്, ദുഷ്ട കൂട്ടുകാരുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ആണുങ്ങൾ ക്യാമ്പിലല്ലേ, അപ്പൊ ക്യാമ്പില് എല്ലാവരും നല്ലവരായിരിക്കില്ല, ചീത്ത കൂട്ടുകാരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ടു പോയി. എന്നോട് പിണക്കത്തിലുമായിരുന്നു. മക്കളോട് കുഴപ്പമൊന്നുമില്ല, എന്നോടായിരുന്നു പിണക്കം. പക്ഷെ അവിടെ എല്ലാം ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നീ എനിക്ക് ഈ ഭൂമിയിൽ തന്നതാ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ല എന്ന്. ഞാൻ ആ വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കൂ. അങ്ങനെ പുള്ളി അവിടെ വെച്ച് തന്നെ മാനസാന്തരപ്പെട്ട് തിരിച്ച് എൻ്റെ അടുത്തോട്ട് തന്നെ വരാനിടയായി. 2015 വന്നു, 2015 വന്നു. 2020 ഇവിടെ സ്ട്രോക്കും അതോടൊപ്പം പിന്നെ ഫിറ്റ്സും കൂടി വന്നു. അങ്ങനെ പുള്ളിക്കാരൻ 2020 മെയ് 3 പുള്ളിക്കാരൻ മരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടില്. മൂത്ത മോന് മേടിച്ച് ഞങ്ങള് മൂത്ത മോനെ വിടാൻ വേണ്ടിയിട്ട് ആ പടിതീരാത്ത വീടും അതെല്ലാം വിറ്റിട്ടുണ്ടായിരുന്നു. 3 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ വീതം കിട്ടിയത്. ആ പണിതീരാത്ത വീടും എല്ലാം കൂടി വിറ്റ് കുറച്ച് പൈസ മോന് അന്ന് കുവൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട വന്നു. അതും കൊടുത്തു. ബാക്കി കൊണ്ട് ഞങ്ങൾ ഒരു വർഷവും 4 മാസവും ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. ഞാൻ ഇളയ മോനും വാടകയ്ക്ക് താമസിച്ചു. അപ്പം ഞാൻ അത് വിൽക്കുന്ന സമയത്ത് ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവ് പൂർവന്മാരുടെ അവകാശം വിൽക്കരുതെന്ന തിരുവചനമെങ്കിലും ഞങ്ങൾക്ക് ഒരു സാഹചര്യവും ഇല്ല, അല്ലാതെ ഞങ്ങളെ സഹായിക്കാനും ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുക. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു വാടക വീട് കിട്ടണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് വാടക വീട് ഒരുങ്ങി കിട്ടി. ആ വാടക വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാ മാസത്തിലും പ്രാർത്ഥന വെക്കാനുള്ള സഹോദരം, അതൊക്കെ വെച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ മാസത്തിലും വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവിടെ 1 വർഷവും 4 മാസവും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്ന് പറഞ്ഞു. അതിലേക്കാണ് എന്നെ വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ടീച്ചറിന്റെ വീടായിരുന്നു. അപ്പൊ അവര് എല്ലാ വർഷവും വെക്കേഷൻ നാട്ടിലേക്ക് വരും. അപ്പൊ വാടകക്കാരെ മാറ്റും, അവർക്ക് അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തു, അയ്യോ എന്റെ കർത്താവേ, അങ്ങനെയൊക്കെ എപ്പോഴും ഓടി നടക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് ഈ വർഷം അവര് വരികയാണെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളോട് മാറരുതെന്ന് പറയണം കർത്താവെന്ന്. അവര് വന്നു, അവരുടെ ചേട്ടന്റെ വീട്ടിൽ താമസിച്ചു, ഞങ്ങളോട് പറഞ്ഞതുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ 1 വർഷവും 4 മാസത്തോടും കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോൻ അവിടെ ചെന്ന് ജോലി ചെയ്തു, അവിടെ നിന്ന് ലോൺ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ലൊരു വീട് മേടിച്ച്, നല്ല വീടെന്ന് പറഞ്ഞാൽ നല്ല വീടാ. കാരണം 36.5 ലക്ഷം രൂപ കൊടുത്താണ് ഞങ്ങൾ വീട് വാങ്ങിച്ചത്. നല്ലൊരു വീട്ടില് അങ്ങനെ ഭർത്താവിനും അവിടെ വന്ന് കിടക്കാൻ 5 വർഷത്തോളം താമസിക്കാനായിട്ട് സാധിച്ചു. 5 വർഷത്തോടു കൂടി പുള്ളിക്കാരൻ മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും അവിടെ കൂട്ടായ്മകൾക്കൊക്കെ ഞാൻ പോകും. എനിക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ എല്ലായിടത്തും. പിന്നെ മറ്റുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ പറയും, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഇളയ മോൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. കാരണം അവനും ഞാൻ പറഞ്ഞല്ലോ 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇളയത് 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ രണ്ട് കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്നുണ്ട്.
ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും LKGയിലും. അപ്പോൾ അതുങ്ങളെ രാവിലെ 7:30 വണ്ടി വരും, അപ്പോഴത്തേക്ക് ഒരുക്കി വിടണം. അതിന് വേണ്ടിയിട്ട് മോൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകും. അപ്പം മോള് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം വീട് അടച്ചിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ഇപ്പം നിൽക്കുക. 2 മാസത്തോളമായി ഞാൻ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. 1 മാസം അതിൻ്റെ ഇടയ്ക്ക് മൂത്ത മകൻ കുവൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരുടെ അടുക്ക പോയി. 2 ആഴ്ച അവർ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ്റെ ഭാര്യ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പൊ അങ്ങോട്ട് പോയി. അവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. ഇപ്പൊ ഇവരോടൊപ്പം ആയിരിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു. കൂടാതെ തന്നെ ചർച്ചുകളുടെ, ഞാൻ പോകുന്ന ചർച്ചില് IPCയിൽ നിന്ന് ഞാൻ മാറിയായിരുന്നു. കാരണം അത് പോകാനായിട്ടൊക്കെ ഒത്തിരി ബസ് കയറിയൊക്കെ പോകണം. അപ്പൊ അടുത്ത് ഇവിടെ വേറൊരു ചർച്ചുണ്ട്. ആ ചർച്ചിലാണ് ഇപ്പൊ പോകുന്നത്. ആ ചർച്ചിന്റെ എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മീറ്റിങ്ങുകളിലൊക്കെ മെസ്സേജുകൾ പറയാനും മീറ്റിങ്ങുകളിൽ ലീഡ് ചെയ്യാനും ഒക്കെ കർത്താവ് അവസരം തന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ എന്നോട് പിന്നെ അതുപോലെ എൻ്റെ സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരങ്ങൾ ആരും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ആരും അങ്ങനെ വിളിക്കാറ്, എൻ്റെ അനിയത്തിമാർ മാത്രമാണ് എന്നെ വല്ലപ്പോഴും വിളിക്കുന്നത്. അല്ലാത്ത ആരും അങ്ങനെ വിളിക്കാറില്ല. ഈ എൻ്റെ സഹോദരങ്ങൾക്കാണെങ്കിൽ ഞാൻ വിശ്വാസത്തിലായതുകൊണ്ടാണ് അവരെ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അവരെല്ലാവരും പള്ളി പ്രമാണികളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയൊന്നും ചെല്ലുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാനും പിന്നെ അവരെ പോലെ ഒന്നും നമ്മളും പറ്റുകയല്ലല്ലോ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ അവര് നിങ്ങളെ കൈക്കൊള്ളൂന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ലോകവും മോഹവും എല്ലാം വിട്ട് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക. മാതാവും പിതാവും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി. പിന്നെ സഹോദരൻ മരിച്ചപ്പോൾ പോയിട്ട് പോകുന്നതൊക്കെ അല്ലാതെ ഞാൻ ഒരു കാര്യങ്ങൾക്കും അങ്ങോട്ട് പോകാറില്ല. കാരണം കഷ്ടങ്ങൾ പ്രയാസങ്ങളെല്ലാം ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ രണ്ടാമത്തെ സഹോദരനാണ് വിളിച്ചത്. അവരെന്നോട് പറഞ്ഞു അവിടെ ഇട്ടൊന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ മോനും കൂടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറിപ്പോയി. എനിക്കത് ഭയങ്കര വിഷമായി പോയി. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ കഷ്ടകാലത്ത് സഹോദരന്റെ അടുക്കൽ പോകരുതെന്ന് കർത്താവ്. അപ്പൊ തന്നെ വചനം സദൃശവാക്യത്തിൽ നിന്നാണ് ആ വചനം ഇടപെട്ടത്. അപ്പൊ ശരിയാ, ഞാൻ വേഗം തന്നെ അന്നത്തെ കൊണ്ട് മനസ്സിലാക്കി എന്തെല്ലാം പ്രശ്നങ്ങളും കഷ്ടങ്ങളും കടന്നു വന്നാലും നമുക്ക് അത് മാറ്റിത്തരാന് കർത്താവ് കൂടെ ഉണ്ട്. പിന്നെ എന്തിനാ സഹോദരങ്ങളുടെ അടുക്കൽ പോകേണ്ടത്? അതിനൊന്നും ആവശ്യമില്ല. ആരുടെ അടുക്കലും പോകാതെ നമ്മുടെ ആവശ്യങ്ങള് കർത്താവിന്റെ സന്നിധിയില് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ സത്യം ഉണ്ടായിരിക്കണം. സത്യത്തിലെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. സത്യം ഇല്ല എങ്കിൽ കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് ശരിക്കും മനസ്സിലാക്കി വചനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തെല്ലാം അതെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും അവിടെ എല്ലാം ദൈവത്തിന്റെ കരമാണ് എന്നെ ഇന്ന് നടത്തുന്നത്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. കാരണം പലവിധമായ പ്രശ്നങ്ങളും അവിടെയൊക്കെ നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നാഥനില്ല എന്ന് നമ്മൾ എന്തിനാ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നാഥനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ നാഥൻ മാത്രമല്ല, ഒരു ഭാര്യ ആവുമ്പോഴത്തേക്കും ഭർത്താവ് ആയിരിക്കണം. കർത്താവ് ആണ് നമ്മുടെ ഭർത്താവ് എന്ന് വചനം തന്നെ പറയുന്ന യെശയ്യാ പ്രവചനം 54 അങ്ങനെ പറയുന്നത്. നിന്റെ
നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവ്. അപ്പൊ ആ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. പിന്നെയോ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അവൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ. അപ്പൊ നമ്മളെ വീണ്ടെടുത്ത കർത്താവ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളതൊന്നും എല്ലാം ചപ്പെന്നുണ്ടാവും. അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞതല്ലേ, ലോകവും അതിന്റെ മുഖം എല്ലാം നമ്മൾ വിട്ടുകളഞ്ഞ് എല്ലാം ചപ്പെന്ന് എണ്ണി അങ്ങനെ ജീവിച്ചാലേ മാത്രമേ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കർത്താവ് തരുന്നതേ ഉള്ളൂ നമുക്ക് നിലനിൽക്കുന്നത്. നമുക്ക് കർത്താവ് തരാത്തതായിട്ട് ഉള്ളതുപോലെ എല്ലാം പാറിപ്പോകുന്നതാ. കാരണം കാറ്റ് പാറ്റുന്ന പതിർ പോലെ എല്ലാം അങ്ങനെ പാറിപ്പോവും. വചനം അങ്ങനെയാ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ വചനം നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, അതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ പലകമേലെ എഴുതുവാനുള്ള. കാരണം ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് അറിയാം, വചനമില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളത്. നമ്മുടെ തലമുറ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവേ, ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ അങ്ങ് കൃപ ചെയ്തല്ലോ നാഥനെ. നന്ദിയോടെ സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകർക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. കർത്താവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായി ജോയ്സ് ടിവിയോടും അതിന്റെ പ്രവർത്തകരോടും അടിയനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് നല്ല നല്ല സാക്ഷ്യങ്ങളെ ലഭിക്കുവാൻ കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.